നെൽകർഷകരുടെ വിഷയങ്ങളടക്കമുള്ള ഗൗരവമുള്ള കാര്യങ്ങൾ ഇവിടെ ഉന്നയിക്കേണ്ട സമയത്ത് അതിനെല്ലാം അലങ്കോലമാക്കാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ പരിശ്രമമാണ് സാർ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ, എൻ്റെ ചോദ്യം, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്ര രൂപ ഇൻസെൻറ്റീവ് ബോണസായി നെൽകർഷകർക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, അതിൻ്റെ കൃത്യമായ കണക്ക് നൽകാം. സാർ, ഓരോ വർഷവും ഒരു 600-1000 ഇടയ്ക്ക് കോടി പണം നൽകുന്നു. കൃഷി വകുപ്പ് മന്ത്രി കൃത്യമായി കണക്ക് കൃഷി വകുപ്പ് മന്ത്രി കൃത്യമായി. സാർ, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 5 കൊല്ലം കൊണ്ട് മാത്രം 2687 കോടി രൂപ ഈ സംസ്ഥാനത്തിൻ്റെ ബോണസ് ഇനത്തിൽ മാത്രമായി 2687 കോടി രൂപ കർഷകരുണ്ട്. ഇതേവരെയും ഇത്രയും തുക ഒരു ഗവൺമെന്റിന്റെ കാലത്ത് നൽകിയിട്ടില്ല. 2687 കോടി രൂപ ഗവൺമെന്റ് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. സാർ, ഇക്കാര്യമൊക്കെ ഈ പ്രതിപക്ഷം ചർച്ച ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്. മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ കാര്യം പറയുമ്പോൾ പൊന്നിന്റെ തട്ടിപ്പടന്ന് അന്വേഷണം നടക്കുന്ന കാര്യത്തിനകത്താണ് ശ്രദ്ധിക്കുന്നത്. മണ്ണിൽ കനകം വിളയിക്കുന്ന കർഷകന്റെ കാര്യത്തെക്കുറിച്ച് കൂടി ഗൗരവത്തിലെടുക്കാൻ ഈ നോമ്പ് കാലത്ത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കുറുക്കോളി അടക്കമുള്ളവരെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നോമ്പിൽ പ്രത്യേകം പറയുന്നുണ്ട്, നോമ്പിന്റെ കാലഘട്ടത്തിൽ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, നോമ്പിന് മോശമായ കാര്യങ്ങളാണ് പറയുന്നതെല്ലാം. അങ്ങ് കർഷകന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങ് അതെല്ലാം നോക്കേണ്ട കാര്യമാണ്. മോശമായത് ചെയ്യരുത്, കലഹവും ബഹളവും ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അങ്ങേപ്പോലുള്ള ആൾക്കാരൊന്ന് മനസ്സിലാക്കണം. കർഷകനെ കുറിച്ച് പറയുന്നിടത്ത് ഈ കാര്യങ്ങൾ മിണ്ടാതിരിക്കരുത് എന്ന് പറഞ്ഞു.